എറണാകുളം ജില്ലയിലെ ശ്രദ്ധാകേന്ദ്രമായ വോട്ടെണ്ണൽ കേന്ദ്രമായി കോതമംഗലം മാറും. കോതമംഗലം, മൂവാറ്റുപുഴ, പിറവം മണ്ഡലങ്ങളുടെ ഫലമാണ് കോതമംഗലത്ത് നിന്നും അറിയുക. UDF വിജയപ്രതീക്ഷയിലാണെങ്കിലും LDFും ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ല എന്നതാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തെ ശ്രദ്ധേയമാക്കുന്നത്. കോതമംഗലത്ത് LDFിന്റെ സിറ്റിംഗ് സീറ്റ് അട്ടിമറിക്കപ്പെടുമോ? മൂവാറ്റുപുഴയിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണിലെ കരടും CPMന്റെ മുഖ്യ ശത്രുക്കളിൽ ഒരാളുമായ മാത്യു കുഴൽനാടൻ പരാജയപ്പെടുമോ? പിറവത്ത് കേരള കോൺഗ്രസ് ജേക്കബിന്റെ ഏക സീറ്റിന് എന്ത് സംഭവിക്കും? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തിങ്കളാഴ്ച കോതമംഗലത്ത് നിന്നാണ് ലഭിക്കുക. MA കോളേജിലാണ് 3 മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. കൂടുതൽ സൗകര്യവും ചെലവ് കുറയ്ക്കലും കണക്കിലെടുത്താണ് ഒരിടത്ത് കൂടുതൽ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രേരിപ്പിച്ചത്. കോതമംഗലത്ത് ആന്റണി ജോണിനെ നേരിടുന്നത് UDFിന്റെ ഷിബു തെക്കുംപുറമാണ്. മൂവാറ്റുപുഴയിൽ സിറ്റിംഗ് MLA മാത്യു കുഴൽനാടനാണ് UDF സ്ഥാനാർത്ഥി. തുടർച്ചയായി ഒരാളെ തന്നെ വിജയിപ്പിക്കാൻ മടി കാണിക്കുന്ന മൂവാറ്റുപുഴക്കാർ ഇത്തവണ എന്ത് തീരുമാനമെടുത്തു എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. LDFിന്റെ N അരുൺ ആണ് മാത്യു കുഴൽനാടനെ നേരിടുന്നത്. അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണിലെ കരടാണ് കുഴൽനാടൻ. CPMന്റെ പ്രധാന നോട്ടപ്പുള്ളിയാണ്. കുഴൽനാടന്റെ ഫലത്തിന് പ്രത്യേക പ്രാധാന്യമാണുള്ളത്. കേരള കോൺഗ്രസ് ജേക്കബിന്റെ ഏക സ്ഥാനാർത്ഥിയാണ് പിറവത്തെ അനൂപ് ജേക്കബ്. സിറ്റിംഗ് MLAയെ നേരിടാൻ LDF രംഗത്തിറക്കിയിട്ടുള്ളത് കോൺഗ്രസ് നേതാവായിരുന്ന സാബു K ജേക്കബിനെയാണ്. അനൂപ് ജേക്കബ് പരാജയപ്പെട്ടാൽ അത് പാർട്ടിയുടെ തന്നെ അന്ത്യം കുറിക്കലാകും എന്ന ചർച്ചകളും നിലനിൽക്കുമ്പോൾ ഫലം നിർണായകമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളും അതിനു മുമ്പ് നടന്ന സർവേ ഫലങ്ങളും ഷിബു തെക്കുംപുറത്തിനും മാത്യു കുഴൽനാടനും അനൂപ് ജേക്കബിനും അനുകൂലമാണ് എന്നത് UDF കേന്ദ്രങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.